എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയുന്ന കാര്യം ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിജയത്തിനായി വയ്ക്കേണ്ട ദേവീദേവന്മാരുടെ ചിത്രത്തെക്കുറിച്ചാണ്. ഈ പറയുന്ന ചിത്രമോ വിഗ്രഹമോ വെച്ച് ആരാധിച്ചാല് ആ സ്ഥാപനത്തിന് വളരെയധികം പുരോഗതി ഉണ്ടാകും. നൃത്ത വിദ്യാലയം, സംഗീതത്തിന് വേണ്ടിയുള്ള വിദ്യാലയങ്ങള്, ഏത് തരത്തിലായാലും അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാൻ സാധിക്കും. ഇതിലൂടെ ആ സ്ഥാപനത്തിന്റെ പേര് ലോകം മുഴുവൻ അറിയും, പ്രശസ്തിയാവും. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വച്ച് ആരാധിക്കേണ്ട ദേവിയുടെയും ദേവന്റെയും ചിത്രം ഏതൊക്കെ അറിയണ്ടേ? ശ്രീ മഹാഗണപതി, ശ്രീ സരസ്വതി, ശ്രീ മൂകാംബിക ദേവി, ഇവരുടെ ചിത്രമോ വിഗ്രഹമോ വച്ച് നിത്യവും ആരാധിക്കണം. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ശ്രീ മഹാഗണപതിയുടെ ചിത്രമോ വിഗ്രഹമോ വെച്ച് ആരാധിച്ചാൽ ഉള്ള ഗുണഗണങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ഏതൊരു കാര്യവും ശുഭകാര്യം നാം ആരംഭിക്കുമ്പോഴോ ഗണപതി വന്ദനത്തോടെയാണ് നമ്മൾ ആരംഭിക്കാറുള്ളത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സങ്ങൾ ഇല്ലാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗണപതി ഭഗവാന്റെ ചിത്രം കേവലം തടസ്സങ്ങൾ നീക്കാൻ മാത്രമുള്ളതല്ല. നമുക്ക് മുക്തിയുടെയും സിദ്ധിയുടെയും അധിപൻ കൂടിയാണ് ഗണപതി ഭഗവാൻ. ഗണപതി ഭഗവാന്റെ ചിത്രം സ്ഥാപനത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു നമുക്ക് നോക്കാം. സ്കൂളിന്റെ പ്രധാന കവാടത്തിലോ വരാന്തയിലോ സ്ഥാപിക്കുന്ന ഗണപതി ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ ആ വഴി കടന്നു പോകുന്ന കുട്ടികളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നു. ഇത് കുട്ടികളിൽ മനഃശക്തിയും ആത്മവിശ്വാസവും ഏകാഗ്രത ശക്തിയും വർദ്ധിക്കാൻ വളരെയധികം സഹായിക്കുന്നു. തടസ്സങ്ങളില്ലാതെ നല്ല വിജയം നേടുക എന്നതാണ് ഗണപതി ആരാധനയിലൂടെ നാം ലക്ഷ്യമിടുന്നത്. നമുക്കിനി സരസ്വദേവിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം. വിദ്യയുടെ അതിദേവതയാണ് ശ്രീ സരസ്വതി. വെള്ളവസ്ത്രവും വീണയും കയ്യിലേന്തിയ ദേവിയുടെ ചിത്രം വിശുദ്ധിയുടെയും കലയുടെയും ജ്ഞാനത്തിന്റെയും പ്രതീകമാണ്. സരസ്വതി ദേവിയുടെ ആരാധന കുട്ടികളിൽ സമാധാനവും തെളിഞ്ഞ ചിന്താഗതിയും നല്ല സദ്ബുദ്ധിയും ഉണ്ടാക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സരസ്വതി ദേവിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്ക് നല്ല ഉത്സാഹമായിരിക്കും പഠിക്കുവാനും ഏതു കാര്യത്തിനും. സംഗീതം, നൃത്തം, സാഹിത്യം തുടങ്ങിയ ഏതു മേഖലയിലുള്ള കുട്ടികൾക്കും ശോഭിക്കാൻ വാഗ്ദേവതയുടെ അനുഗ്രഹം അനിവാര്യമാണ്. അതായത് സരസ്വതി ദേവിയുടെ അനുഗ്രഹം അത്യാവശ്യമായാണ്. സരസ്വതി ദേവിയുടെ പ്രാർത്ഥനയോടെ തുടങ്ങുന്ന വിദ്യാലയങ്ങളിലെ അച്ചടക്കവും വിനയവും താനേ വന്നു ചേരും. ആ സ്ഥാപനത്തിന് വളരെയധികം വളർച്ച ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനി നമുക്ക് മൂകാംബിക ദേവിയുടെ ചിത്രമോ വിഗ്രഹമോ വച്ചാലുള്ള പ്രാധാന്യം നോക്കാം. കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിദ്യാരംഭത്തിന് ഏറ്റവും പവിത്രമായ സങ്കല്പമാണ് ശ്രീ മൂകാംബിക ദേവിക്ക് നമുക്കുള്ളത്. നമ്മുടെ ഗാനഗന്ധർവൻ ശ്രീ യേശുദാസ് അദ്ദേഹത്തിൻ്റെ എല്ലാ ജന്മദിനങ്ങളിലും കൊല്ലൂർ മൂകാംബികയിൽ പോയി സംഗീത ആരാധന നടത്തുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്രമേൽ പ്രാധാന്യമുണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ശ്രീ മൂകാംബിക ദേവിയുടെ ചിത്രവും വിഗ്രഹവും. ശക്തിയുടെയും മുക്തിയുടെയും സംഘവുമാണ് ശ്രീ മൂകാംബിക ദേവി. ഈ ദേവിയെ മനസ്സുകൊണ്ട് നമ്മൾ ആരാധിച്ചാൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് വിദ്യാഭ്യാസ കാര്യത്തിലായാലും സംഗീതത്തിലായാലും ഏത് കാര്യത്തിലായാലും നമ്മുടെ കർമ്മ വിജയം ഉണ്ടാകുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസത്തിൽ നല്ല ഉയർച്ച നല്ല മാർക്കോടെ നമുക്ക് പാസ്സാകാൻ സാധിക്കും. ഏതൊരു മേഖലയിലും നമുക്ക് സാധിക്കുന്നതായിരിക്കും. ശ്രീ മൂകാംബിക ദേവിയെ നിത്യവും മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹത്തിന്റെ ഉറവിടമാണ് ശ്രീ മൂകാംബിക ദേവി. കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ സ്ഥാപനത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് പരിസരമാകെ പോസിറ്റീവ് വൈബ്രേഷൻ പടർത്തുന്നു.
പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മാനസികമായ ധൈര്യവും നൽകാൻ ഇത് സഹായിക്കും. അതിലൂടെ അവരുടെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. അധ്യാപകർക്ക് ഒരു വഴികാട്ടിയാണ്. പഠിപ്പിക്കുന്നത് കേവലം ജോലി എന്നതിനുപരി ഒരു ധർമ്മമായി കാണാൻ അധ്യാപകരെ ദേവിയുടെ ചൈതന്യം പ്രേരിപ്പിക്കുന്നു. ഈ ആരാധന എങ്ങനെ വിജയത്തിലേക്ക് നയിക്കുന്നു? ഇതിൻ്റെ മനഃശാസ്ത്രപരമായ വശങ്ങൾ നമുക്ക് നോക്കാം. ആരാധന എന്നത് ഭക്തി മാത്രമല്ല, അത് മാനസികമായ ഒരു ക്രമീകരണം കൂടിയാണ്. ഏകാഗ്രത, അതായത് കോൺസെൻട്രേഷൻ ലഭിക്കും. ഒരു വിഗ്രഹത്തിന് മുന്നിലോ ചിത്രത്തിൻ്റെ മുന്നിലോ ഒന്ന് കൈകൂപ്പി നിൽക്കുന്ന സമയം നമ്മുടെ മനഃശാന്തമായും പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും വളരെയധികം സഹായിക്കും. അതിലൂടെ നമുക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താൻ സാധിക്കുന്നു. കുട്ടികൾ നന്നായി പെരുമാറാനുള്ള പ്രേരണ ഈ ചിത്രത്തിലൂടെ ലഭിക്കുന്നു. ദൈവികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് തെറ്റായ പ്രവൃത്തികളിൽ നിന്ന് പോകാതെ നേരായ വഴിയിലേക്ക് പോകാനുള്ള പ്രവണത ഈ ചിത്രത്തിലൂടെ ഇവർക്ക് സാധിക്കും. ഈ പ്രാർത്ഥനയിലൂടെ സാധിക്കും. ആത്മവിശ്വാസം വളരെയധികം ഉണ്ടാകുന്നു. പരീക്ഷാ സമയത്ത് ഭയപ്പെടുന്ന കുട്ടികൾക്ക് ഈ ദൈവിക സാന്നിധ്യം വലിയൊരു മാനസികമായ പിന്തുണയാണ് നൽകുന്നത്. ആത്മവിശ്വാസം നൽകി അവർക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വിജയം എന്നത് നല്ല റിസൾട്ട് മാത്രമല്ല, മറിച്ച് ഉത്തമരായ പൗരന്മാരെ വാർത്തെടുക്കുക എന്നതുകൂടിയുണ്ട്. ഗണപതിയുടെ വിവേകവും സരസ്വതി ദേവിയുടെ ജ്ഞാനവും മൂകാംബിക ദേവിയുടെ അനുഗ്രഹവും ഒത്തുചേരുന്ന സ്ഥാപനം എന്നും ഉന്നതിയിൽ തന്നെയായിരിക്കും. ഒരു സംശയവും വേണ്ട. ഈ ദേവി ദേവചിത്രം നിങ്ങളുടെ സ്ഥാപനത്തിൽ എവിടെയെങ്കിലും നല്ല പുണ്യ സ്ഥലത്ത് വയ്ക്കുക, നിങ്ങൾ ആരാധിക്കുക. വിജയം നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു. ഒരു സംശയം വേണ്ട, നിങ്ങളുടെ സ്ഥാപനം ഉന്നതിയിലെത്തും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.